ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 23. കാണാതെ പോയി, കണ്ടെത്തി, സന്തോഷിച്ചു. കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 6-ാം വാക്യം. അവർ എന്നെ റിംഗ് മാസ്റ്റർ എന്ന് വിളിക്കുന്നു. ഈ വർഷം ഇതുവരെ 167 നഷ്ടപ്പെട്ട മോതിരങ്ങൾ ഞാൻ കണ്ടെത്തി. എൻ്റെ ഭാര്യ കാരിയുമൊത്ത് കടൽ തീരത്തു നടക്കുന്നതിനിടയിൽ സർഫ് ലൈനിന് തൊട്ടു താഴെയുള്ള ഒരു പ്രദേശം ലോഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് പരിശോധിക്കുന്ന ഒരു വൃദ്ധനുമായി ഞങ്ങൾ സംഭാഷണം ആരംഭിച്ചു. ചിലപ്പോൾ മോതിരങ്ങളിൽ പേരുകൾ ഉണ്ടാകും, അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ അവ തിരികെ നൽകുമ്പോൾ അവയുടെ ഉടമകളുടെ മുഖത്തെ സന്തോഷം കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് ആരെങ്കിലും കളഞ്ഞുപോയത് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. വർഷങ്ങളായി നഷ്ടപ്പെട്ട മോതിരങ്ങൾ വരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങൾ കണ്ടെടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്നും എന്നാൽ അത് തുടർച്ചയായി ചെയ്യാറില്ലെന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ, പോയില്ലെങ്കിൽ താങ്കൾക്ക് അതറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്രയായി. ലൂക്കോസ് 15 മറ്റൊരു തരത്തിലുള്ള തിരയലും രക്ഷപ്പെടുത്തലും നാം കാണുന്നു. ദൈവത്തിൽ നിന്നകന്നിരിക്കുന്ന ആളുകളെ കരുതുന്നതിന് യേശുവിനെ വിമർശിച്ചപ്പോൾ മറുപടിയായി നഷ്ടപ്പെട്ടതും പിന്നീട് കണ്ടെത്തിയതുമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ 3 കഥകൾ പറഞ്ഞു. ഒരാട്, ഒരു നാണയം, ഒരു മകൻ. കാണാതെ പോയ ആടിനെ കണ്ടെത്തുന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് അവരോട് പറയും. എല്ലാ കഥകളും ആത്യന്തികമായി പറയുന്നത് നഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതും കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവുമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് യേശു വന്നത്. അവൻ നമ്മെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണെന്നത് അവനെ അനുഗമിക്കുവാനും ദൈവത്തിലേക്ക് തിരികെ വരാനുമാണ്. മറ്റുള്ളവർ തന്നിലേക്ക് മടങ്ങി വരുന്നത് കാണാൻ സന്തോഷത്തോടെ യേശു കാത്തിരിക്കുന്നു. മടങ്ങിപ്പോയില്ലെങ്കിൽ ആ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. ചിന്തിക്കുക, ആളുകൾ ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ എന്തു സന്തോഷമാണ് താങ്കൾ കാണുന്നത്? ഇന്നേ ദിവസം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് താങ്കൾ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത്? ദൈവത്തിന് മഹത്വം.